CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരം. എയിംസിൽ അദ്ദേഹം ചികിത്സയിലാണ്. ശ്വസന സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. CPM തന്നെ ഔദ്യോഗികമായി ഇതേക്കുറിച്ചൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ്. ആരോഗ്യനില ഗുരുതരം ആണ് എന്നാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. കിരൺ ബാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, അദ്ദേഹത്തെ എയിംസിൽ പ്രവേശിപ്പിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇടയ്ക്ക് ആരോഗ്യനില തൃപ്തികരം എന്ന രീതിയിലുള്ള റിപ്പോർട്ട് വന്നിരുന്നതാണ്. ഇപ്പോൾ എന്താണ്, ആരോഗ്യനില വഷളായി എന്നാണോ ഇപ്പോൾ CPM തന്നെ പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? മഞ്ജുഷെ, അങ്ങനെ തന്നെയാണ്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത്. ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെ, എയിംസിൽ വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീവ്ര പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഓഗസ്റ്റ് 19-നാണ് ശ്വാസകോശ രോഗത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏറെ ദിവസങ്ങളിൽ എന്താണ് അദ്ദേഹത്തിന് ശരിയായ രോഗം എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് അദ്ദേഹത്തിന് ശ്വാസകോശത്തിന്റെ ഒരു തടസ്സമുണ്ട് അത് കണ്ടെത്തിയതും അത് നീക്കം ചെയ്തതും. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യനില സ്റ്റേബിൾ ആയിരുന്നു. അദ്ദേഹം പൂർണ്ണമായും മടങ്ങി വരുന്നു എന്നൊരു അവസ്ഥയിലേക്കൊക്കെ എത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് വീണ്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാവുകയായിരുന്നു. ഇപ്പോൾ ആ ആരോഗ്യനില കൂടുതൽ മോശമാവുകയും വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് ഡോക്ടർമാരുടെ സംഘം. 72 വയസ്സ് മാത്രമാണ് സീതാറാം യെച്ചൂരിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മടക്കിക്കൊണ്ടുവരാൻ കഴിയും എന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് പാർട്ടിയും അതോടൊപ്പം തന്നെ ഡോക്ടർമാരുടെ സംഘവും ഇപ്പോഴുള്ളത്. ഇടയ്ക്ക് വെച്ച് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ പോലും ഇടയ്ക്ക് വാർത്ത വന്നതല്ലേ? അങ്ങനെ റിപ്പോർട്ടുകൾ ആശുപത്രിയിൽ നിന്ന് വന്നതല്ലേ? അതെ, അങ്ങനെയെല്ലാം റിപ്പോർട്ടുകൾ വന്നാണ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ശരിയായ രോഗം എന്താണ്, ശരിയായ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുന്നതിൽ താമസമുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ശ്വാസകോശത്തിലുണ്ടായ ഒരു വലിയ തടസ്സം കണ്ടെത്തുകയും അത് നീക്കം ചെയ്യുകയും അതിനുള്ള ചികിത്സയൊക്കെ നൽകി അദ്ദേഹത്തിന് നിൽക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യനില പൂർവ്വസ്ഥിതിയിലേക്ക് വരികയും അദ്ദേഹത്തിന് സജീവമായി തന്നെ പാർട്ടി പ്രവർത്തനത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീടും വീണ്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വീതം ഉണ്ടാവുകയും 2 ദിവസത്തിനു മുമ്പാണ് അദ്ദേഹത്തിന്റെ നില വളരെ മോശപ്പെട്ട രീതിയിലേക്ക് മാറിയത്. നിലവിൽ ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തിന് മരുന്നുകളോടെന്നാലും ഇപ്പോഴും പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രായം കൊണ്ട് തന്നെയാണ് വീണ്ടും അദ്ദേഹത്തെ മടക്കി കൊണ്ടുവരാൻ കഴിയും എന്നുള്ള വലിയ പ്രതീക്ഷ ഡോക്ടർമാരുടെ സംഘത്തിലുള്ളത്. 72 വയസ്സ് മാത്രമാണ് സീതാറാം യെച്ചൂരിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വീണ്ടും മടക്കി കൊണ്ടുവരാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും ഇപ്പോൾ നില ഗുരുതരമാണ്. പക്ഷേ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാകുന്ന ഒരു രീതിയിലേക്കെല്ലാം മടക്കി കൊണ്ടുവരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഡോക്ടർമാരുടെ സംഘം നിൽക്കുന്നത്. ശരി കിരൺ. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് പാർട്ടി തന്നെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഡൽഹി എയിംസിലാണ് അദ്ദേഹം. കുറച്ച് ആഴ്ചകളായിട്ട് അവിടെ ചികിത്സയിലായിരുന്നു.